ദക്ഷിണ ചൈന കടലിൽ നാൾക്ക് നാൾ ചൈനയുടെ ഉപദ്രവം കൂടി വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് പെരുമാറുന്നതും. ഫിലിപ്പീൻസ് ആയിക്കോട്ടെ, തായ്വാൻ ആയിക്കോട്ടെ, മറ്റു പല രാജ്യങ്ങളായിക്കോട്ടെ, എല്ലാവരും ഒരു വെസൽ പോലും, അതായത് ദക്ഷിണ ചൈന കടലിൽ അവരുടെ ഒരു കപ്പൽ പോലും അല്ലെങ്കിൽ ഒരു ബോട്ട് പോലും ഇറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ബോട്ട് ഇറക്കി കഴിഞ്ഞാൽ വലിയ രീതിയിൽ ചൈന അതിനെ കൗണ്ടർ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചൈനയുടെ വലിയ പടക്കപ്പലുകൾ ആ ബോട്ടിനെ ലക്ഷ്യമാക്കി പാഞ്ഞെത്തും, വെള്ളം ചീറ്റിച്ച് ആ ബോട്ടിനെ കരയിലേക്ക് കയറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ അമേരിക്ക അടക്കം ചൈനയ്ക്ക് പലതവണ ഈ വിഷയത്തിൽ താക്കീത് കൊടുത്തതാണ്. ദക്ഷിണ ചൈന കടൽ എന്ന് പറയുന്നത് എല്ലാവരുടെയുമാണ്, എല്ലാ രാജ്യത്തിന്റെയും സ്വത്താണ്, അവിടെ നിങ്ങൾക്ക് മാത്രം ഏകാധിപത്യം നടക്കില്ല എന്ന് അമേരിക്ക പറഞ്ഞതാണ്. ഈ കാര്യം പറഞ്ഞ് അമേരിക്കയും ചൈനയും പല രീതിയിൽ തെറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഹെൽസ്കേപ്പ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് ചൈനയെ നേരിടാൻ അമേരിക്ക വലിയ രീതിയിലുള്ള ഒരു എന്ന് പറഞ്ഞാൽ ആളില്ലാത്ത ഡ്രോണുകൾ, ആളില്ലാത്ത സബ്മറൈനുകൾ എല്ലാം കൊണ്ട് ചൈനയെ നേരിടാൻ ഒരു വലിയൊരു ഹെൽസ്കേപ്പ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ഒരു ഒരു യുദ്ധമുറ അവിടെ രൂപീകരിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ചൈന കിൽ വെബ് എന്ന് പറഞ്ഞ് തിരിച്ച് ഹെൽസ്കേപ്പ് സ്ട്രാറ്റജിയെ നേരിടാൻ, അതായത് അമേരിക്ക ചൈനയെ ദക്ഷിണ ചൈന കടലിൽ ആക്രമിക്കുകയാണെങ്കിൽ കിൽ വെബ് എന്ന് പറയുന്ന അതിനെ കവച്ച് വയ്ക്കുന്ന വേറൊരു സാഹചര്യവും അവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. എന്തായാലും ഫിലിപ്പീൻസിലടക്കം അമേരിക്ക വലിയ മിസൈൽ വിന്യാസങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇന്ത്യയുടെ കപ്പൽ ജപ്പാനിലെ സന്ദർശനം കഴിഞ്ഞ് സ്കാൽബ്രോഷ് എന്ന് പറയുന്ന ഐലൻഡ് വഴി, ഫിലിപ്പീൻസിലെ ഒരു ഐലൻഡ് വഴി തിരിച്ചെത്തിയപ്പോഴും ഇന്ത്യയുടെ ഒരു കപ്പലും ചൈനയുടെ ഒരു കപ്പലും മുഖാമുഖം വരുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ചൈനയുടെ ഈ അപ്രമാദിത്വം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദക്ഷിണ ചൈന കടൽ ചൈനയുടെ ആക്രമണാത്മക നയങ്ങളെ ഫിലിപ്പൈൻസ് നേരിടുന്നു. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യക്ക് ഒരു ഓഫർ കിട്ടിയിരിക്കുകയാണ്. അതായത് US-ഉം ഓസ്ട്രേലിയയിലും ജപ്പാനും എന്നിവയുമായി ചേർന്ന് രൂപീകരിച്ച് ഉയർന്നു വരുന്ന പ്രതിരോധ സഖ്യമാണ് സ്ക്വാഡ് എന്ന് പറയുന്നത്. ഈ സ്ക്വാഡിൽ ചേരാൻ ഫിലിപ്പൈൻസ് ഇപ്പോൾ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. നിങ്ങളും നമ്മുടെ കൂടെ സ്ക്വാഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ധൈര്യമാണ്, ബലമാണ് എന്നാണ് ഇപ്പോൾ ഫിലിപ്പൈൻസ് ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത്. ദക്ഷിണ ചൈന കടലിൽ ചൈനയും ഫിലിപ്പീൻസും തമ്മിലുള്ള സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിലായിരിക്കുന്ന സമയത്താണ് ഇന്ത്യക്ക് ഈ അഭ്യർത്ഥന വരുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ട ഒരു വസ്തുതയാണ്. ജപ്പാനുമായും പങ്കാളി രാജ്യങ്ങളുമായും ചേർന്ന് ഇന്ത്യയെയും ഒരുപക്ഷെ ദക്ഷിണ കൊറിയയും ഉൾപ്പെടുത്തി സ്ക്വാഡ് വികസിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ഫിലിപ്പീൻസിന്റെ സായുധ സേന ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ പറയുന്നു. ഇന്ത്യയെയും നമ്മുടെ പൊതുശത്രുവിനെയും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞ ഒരു അഭ്യർത്ഥനയായിട്ടാണ് യഥാർത്ഥത്തിൽ ഫിലിപ്പീൻസിൽ നിന്നും ഇങ്ങനെ ഒരു അഭ്യർത്ഥന നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും സ്ക്വാഡ് എന്നത് ഒരു അനൗപചാരികമായിട്ടുള്ള ഒരു പ്രതിരോധ സഖ്യമാണ്. അതിൽ 4 രാജ്യങ്ങളുടെ സൈനിക സഹകരണം, രഹസ്യാന്വേഷണ വിവരങ്ങളുടെ പങ്കിടൽ, സംയുക്ത അഭ്യാസങ്ങൾ എന്നിവ ഉൾപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു വലിയ ഒരു സ്ക്വാഡിലേക്കാണ് ഇന്ത്യയെ ക്ഷണിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷം മുതൽ ഈ രാജ്യങ്ങളുടെ പ്രതിരോധ സേനകൾ ദക്ഷിണ ചൈന കടലിലെ ഫിലിപ്പൈൻസിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ സംയുക്ത സൈനിക സമുദ്ര പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ട ഒരു വസ്തുതയാണ്. എന്തായാലും ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച റെയ്സീന ഡയലോഗിൽ ഇന്ത്യ, US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നിവിടങ്ങളിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഫിലിപ്പീൻസും ഇൻഡോ പസഫിക്കിലെ സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ കുറിച്ച് ചർച്ച ചെയ്തു. അതിനുശേഷമാണ് സ്ക്വാഡിൽ ചേരാനുള്ള വലിയ രീതിയിലുള്ള ഒരു നീക്കം ഇന്ത്യ നടത്തണം എന്ന് പറഞ്ഞ് ഫിലിപ്പീൻസ് രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.